ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തുന്നു മാലാക മരണരഥത്തിൽ വന്നെത്തി. ബീർ ബൈസപ്സിനെ കൊണ്ടവല് കണ്ടങ്ങള്. കുറെ ആൾക്കാർ ഇന്ത്യ ഗോ ടാലന്റ് എന്ന പരിപാടിയെ കുറിച്ച് വീഡിയോ ചെയ്യണം അങ്ങനെ നിരന്തരം കമന്റ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്തതാണെന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. കാരണം ബീർ ബൈസപ്സ് രൺബീർ എന്ന് പറയുന്ന ഈ കൂതറക്കാട് 2024 ബെസ്റ്റ് ഇൻഫ്ലുവൻസർക്ക്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കുള്ള അവാർഡ് മോദിജി കൊടുക്കാൻ കാരണമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആളാ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു, യോഗയെ കുറിച്ച് സംസാരിക്കുന്നു. അതൊക്കെ കൂടാതെ സ്ത്രീത്വത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗർജിക്കുന്ന സിംഹായിരുന്നു എന്നുള്ളതാണ്. അതേ സ്ത്രീത്വത്തിനെ അപമാനിച്ചുകൊണ്ട് ഇപ്പോ വെല്ലങ്കിലേക്ക് വീഴാൻ പോവുകയാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതാ. ഓന്റെ ഡയലോഗ് വൈറലായിരുന്നു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ആളുകൾക്കും എന്താ സംഭവം അറിയാത്ത ആൾക്കാർക്കും രാഹുലേശ്വർ പറയുന്ന ഈ വാക്കൊന്ന് കേട്ടോക്കെ. ഈ ഇന്ത്യ ഗോട്ട് ലാറ്റന്റ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു കമന്റ്, ആ കമന്റ് ഇങ്ങനെയാണ്: വുഡ് യു റാദർ വാച്ച് യുവർ പേരൻസ് ഹാവ് സെക്സ് ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓർ ജോയിൻ ഇൻ വൺസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ എവർ? നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ആ ലൈംഗികത നടത്തുന്നത് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയോ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് തമാശ രൂപേണ. ആ തമാശ സത്യത്തിൽ ഞങ്ങൾക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല. ഇപ്പൊ ഈ ബീർ ബൈസപ്സ് എന്ന് പറയുന്ന ഈ കൂതറ ചിലപ്പോ അങ്ങനെ ഇടപെടലുകൾ നടത്തിയിട്ടാവും അവരെ നിർത്തിച്ചിട്ടുണ്ടാവുക. എനിക്ക് അതാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ തോന്നുന്നില്ലോ. ഇന്ത്യ ഗോ ടാലന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഓരോ ആളുകൾ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ പറയാൻ വേണ്ടി വരുന്നതാണ്. ഇവരൊരു 4-5 ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിന്നുകൊണ്ട് വൃത്തികേടുകളെല്ലാം വളരെ ഭംഗിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇംഗ്ലീഷിലാണ് പറഞ്ഞത് കൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അത്ര തന്നെ. അതായത് അവിടെ വന്ന് നിൽക്കുന്ന ആളുകളുടെ ഇവരെ ഉള്ളിൽ ഭയങ്കര സംഭവമൊക്കെയാണ്. ഇവർ പുറത്ത് വന്ന് സംസാരിക്കുന്ന എന്താ സ്ത്രീത്വത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവിടെ വന്ന് നിൽക്കുന്ന ആളുകളോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. നിന്റെ ഡാഷിന്റെ നീളം എത്ര, നീ മറ്റേ സാധനം കണ്ടിട്ടുണ്ടോ, ഒരു പെണ്ണുണ്ടായില്ലേ ഓള് റിജ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തിയിട്ട പരിപാടിയാണ്. ഇവനൊക്കെ അന്നേ ശരിക്കും ഈ പരിപാടി ബാൻ ചെയ്യിച്ച് ഒഴിവാക്കേണ്ടതാ. പക്ഷെ ആ സമയത്ത് നരേന്ദ്രമോദി ഓനെ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് 2 അവാർഡും കൊടുത്തിട്ടാണ് ഓനെ വിട്ടത്. അതാണ് അങ്ങനെ ഒരു വൈബൊക്കെയാണ്. എന്തായാലും ആള് പറഞ്ഞ ഡയലോഗ് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. Watch your parents have sex every day for the rest of your life. क्या हो गया रणवीर भाई को? और अपने पकड़ लीजिए तुरंत. Or would you join in once and stop it forever? ഓക്കെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ജീവിതകാലം മുഴുവൻ ഒരു ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടപെടലുകൾ നടത്തിയിട്ട് അത് എന്നേക്കുമായി അവസാനിപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നിന്റെ തലയെ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഉറപ്പാ, ഒരു സംശയം വേണ്ട. ഞാൻ അമ്മയെ വിളിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കുള്ള മറുപടി അമ്മ തന്നെ ഇതിൽ വാങ്ങി വെക്കുന്നുണ്ട്. കാണും. What's the best thing you did for me as a parent, according to you? I disciplined you. വെരി ഗുഡ്. ഭയങ്കര ഡിസിപ്ലിൻ ആണ് മകൻ ഉണ്ടാക്കി കൊടുത്തത്. എന്താണ് നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? നല്ല അടിപൊളി ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഡിസിപ്ലിൻ ആണെന്ന് കാണിച്ചു തരാം. अगर आपको कोई बोले 1 करोड़ रुपए में रणवीर भाई का लंच चूसना है तो आप कौन सी पोजीशन में चूसेंगे? Not interested 2 crore in cash. right now. Yeah, right now. 2 crore in cash. You'd suck my dick. लेट्स गो भाई. आप लग रहा है Let's go. भाई मेरे से 1 लाख एक्स्ट्रा. കേട്ടില്ലേ? ഈ ഡിസിപ്ലിനും ഈ ഒരു മനോഭാവമൊക്കെയാണ് അമ്മ ഈ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് ഇന്ത്യ ഗോ ടാലന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വന്നത് ട്രാൻസ്ജെൻഡർ ആണോന്ന് എനിക്കറിയില്ല. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഡാഷ് കൊടുക്കാനാണ് ഈക്കാനൊക്കെയാണ് പറയുന്നത്. എത്ര റുപ്യ വേണമെങ്കിലും തരാന്നൊക്കെ പറയും. ഇതൊക്കെയാണ് അവന്റെ ഈ എന്താ പറയാ ഈ സമൂഹത്തിന് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആള് കേട്ടോ. ഇവനൊക്കെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. വാരിക്കോരി കൊടുക്ക്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഊഞ്ഞാലാട്ടുന്ന ആളുകൾക്ക് നിങ്ങൾ വാരിക്കോരി കൊടുക്കുക. എന്തായാലും കൊള്ളാം. ഇപ്പൊ നിയമസഭയിലൊക്കെ വലിയ ചർച്ചയാണ്. ഇത് അവന്റെ വീട്ടിലേക്ക് അറസ്റ്റ് വന്നിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മനുഷ്യൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അവസാനം കിടന്ന് മോങ്ങുന്നുണ്ട്. ഓക്കെ, മമ്മിജി വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവൻ എങ്ങനെ ഡിസിപ്ലിൻ കിട്ടിയെന്നൊക്കെ അറിയണ്ടേ? കേൾക്കാം. Like what? I made sure you study. I made sure you learned the basic things. I think I also gave you good principles. പിന്നെ അല്ലേ, ഗുഡ് പ്രിൻസിപ്പിൾ അല്ലാതെ പറയുന്നത് തേങ്ങാക്കൊലയാണ് മമ്മിജി ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതെന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്
അങ്ങ് കയറി ചെന്നിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അത് പൊളിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. നല്ല പ്രിൻസിപ്പിൾ, അടിപൊളി പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് മോന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ വേണം മക്കളെ വളർത്താൻ. അഴിക്കുള്ളിൽ കിടക്കേണ്ട കാലൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. ഇവനെ വീണ്ടും BJP സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ? കുടുങ്ങി. ഇന്ത്യൻ ജനത മുഴുവൻ ഇവനെതിരാണ്. കുറെ മലയാളികൾ ഈ കാര്യം എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. ഈ വീഡിയോയിലൂടെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം. ഓക്കെ, നല്ല പ്രിൻസിപ്പിളൊക്കെ കൊടുത്തു. അയാളും അയാളുടെ കൂടെയുള്ള ആളുകളുടെ ഒക്കെ ജോലി മൂഞ്ചി യൂട്യൂബിലുള്ള എപ്പിസോഡുകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് ഇപ്പോ പ്രിൻസിപ്പിൾ എന്താ ചെയ്യുന്നത് കാണണ്ടേ? കാണാം. इसलिए बुरा लग रहा है क्योंकि सब काम बंद हो गया था. I just feel damn guilty. पूरी टीम को इससे एक्सपोज कर दिया और मेरी वजह से पूरा काम बंद हो गया. പോയേ എല്ലാം പോയേ അയ്യോ നാക്കുളിക്കാൻ പോയേ. ഒന്ന് നാക്കുളിക്കിയതാ. എങ്ങനെ നാക്കുളിക്കണ്? മറ്റുള്ള രാജ്യങ്ങളിൽ, യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ അവര് ചെയ്യുന്ന വീഡിയോ അതേപോലെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചതാ. ഏതാ വീഡിയോ എന്നല്ലേ, ഒന്ന് കണ്ടോക്കി. You rather watch your mum and dad have sex every night for the rest of your life, or join in one time to make it stop and never have to watch it? ആ നാട്ടിൽ പിന്നെ അമ്മയും പെങ്ങന്മാരും ഒന്നും തിരിച്ചറിയില്ല. ഈ നായ്ക്കള് റോട്ടിൽ കിടന്നിട്ട് കാണുന്ന പോലെ ഇവര് അങ്ങനെയൊക്കെ തന്നെയാണ്. അതേ സാധനം നമ്മുടെ രാജ്യത്തേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന വീർ സവർക്കർ അല്ലല്ലോ ഇവന്റെ പേരിലെ പണ്ടാറം ബീർ ബൈസപ്സേ. എവിടാ നിന്റെ ബൈസപ്സ്? നിന്റെ കുണ്ടിമലാണോ? ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഉള്ളവരെ കൂടി നാണം കെടുത്തല്ലടേ. ഇത് ലോകം മുഴുവൻ ഇപ്പൊ അറിയില്ലൂടെ മോനെ. ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഏതൊരു രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിലും നമ്മളെ രണ്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് നമസ്കാരം വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഷെയ്ക്കൻ്റെ ഒന്നും കൊടുക്കൂല. അതിന് നമ്മൾ വലിയ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കൊറോണ ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് അത് വരാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ ഷെയ്ക്കാൻഡ് കൊടുക്കാത്തതുകൊണ്ടാന്നൊക്കെ പറയുന്ന ആൾക്കാരാ. അതായത് അത്ര നല്ല സംസ്കാരമുള്ള ആളുകളുടെ ഇടയിൽ സംസ്കാരശൂന്യനായി നിന്നെ പോലെയുള്ള അമ്മയും മണ്ടാറങ്ങിട്ട് ഈ സാധനമാണല്ലോ വായ വരുന്നത്. ഓക്കെ, എന്തായാലും കൂട്ടുകാരുടെയും കൂട്ടുകാരിയുടെ ഒക്കെ ജോലിയും പോയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഒരുപാട് കേസും വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഇപ്പൊ നിൽക്കും എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതില് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ഉണ്ട്. കേരള പെൺകുട്ടിയെ ചൊറിഞ്ഞതിനാണ് ഇപ്പൊ കിട്ടിയത് മൊത്തം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള മറുപടി നമുക്കും കൊടുക്കാം. Pearl William, what's your political leaning? Political leaning? I don't watch politics. You don't have any political opinion. No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. യെസ്, കേരള 100% ലിറ്ററസി ഒക്കെ ഉണ്ട്. എന്റെ പൊന്നു സിക്ക് ചേട്ടായി, ഖലിസ്ഥാന് വേണ്ടിയിട്ട് വാ തോരാതെ സംസാരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പലതും പറയാം. ഈ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് കേരളം നിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയും. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ചില ചാണകങ്ങളെ ഞങ്ങൾ വളർത്താത്തതുകൊണ്ടാ. അത് മനസ്സിലാക്ക്. ഞങ്ങളുടെ നാട്ടിൽ പശുവിന് ആംബുലൻസ് ഇല്ല, പകരം മനുഷ്യന് ആംബുലൻസ് ഉണ്ട്. പശുവിന് വയ്യാതായി കഴിഞ്ഞാൽ ഞങ്ങൾ തൊഴുത്തിക്കിടത്ത് ചാവൂല്ല. ഞങ്ങളെ ലിറ്ററസിയൊക്കെ ഉള്ള ആളുകളുണ്ട്, നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് ആ വീട്ടിൽ പോയി തൊഴുത്തിൽ പോയിട്ട് പശുവിനെ നോക്കും. നിങ്ങൾ അങ്ങനെയല്ല. മനുഷ്യൻ റോട്ടിൽ കിടന്ന് ചത്ത് വീഴുമ്പോ നിങ്ങൾ പശുക്കൾക്ക് വേണ്ടി ആംബുലൻസ് ഉണ്ടാക്കുന്നു, ഗോമൂത്രം വാരിക്കുടിക്കുന്നു. എന്തൊക്കെ വൃത്തികേടാണോ കാണിച്ചു കൂട്ടുന്നേ? ഞങ്ങൾ അങ്ങനെയല്ല. വ്യത്യാസം ഉണ്ടാവും. പിന്നെ ലിറ്ററസിയും വോട്ടെടുപ്പും ഈ പെൺകുട്ടി തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങളൊന്ന് പറയണം. ഒരാൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സാക്ഷരതയുമായി ബന്ധപ്പെടുത്തേണ്ടതായിട്ടുള്ളത്? അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് വോട്ട് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ള കാര്യം. അപ്പൊ കേരളത്തിന് മാന്താൻ വന്ന സിഖ് ചേട്ടായി, നിങ്ങൾ ഖലിസ്ഥാന് വേണ്ടിയിട്ട് കുരയ്ക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് സിഖുകാർക്ക് ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വീർ സവർക്കറിന്റെ കാലും നക്കിക്കൊണ്ടിരിക്കുന്ന നിന്നെ പോലെയുള്ള ചെറ്റകളോടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ശരിയാണ്, ഞങ്ങൾക്ക് സാക്ഷരത കുറച്ച് കൂടുതലാ. അതിനർത്ഥം എന്താണെന്നറിയോ? ചാണകത്തിൽ ചവിട്ടുന്നില്ല, ഗോമൂത്രം കുടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിന്നോട് അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനിയാണ് എനിക്കിതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഇവരൊക്കെ കിടന്ന് പോകുന്നു കാട്. क्या करूं? मॉर्टिन पी लूं क्या? प्लीज मुझे माफ कर दो प्लीज. कुछ टाइम थोड़ी देर हो गई मुझे देखने में. सब लोगों ने मिलकर मेरे इस बात का ट्रॉमा मेरी लाइफ से Appropriate, it wasn't even funny. Comedy is not my forte. I'm just here to say sorry. Many of you asked if this is how I wish to use my platform, and obviously this is not how I wish to use it. I'm so sorry guys. मैं बस यही कहूँगा, I am so sorry. I'm really very sorry. I'm sorry life. എന്റെ പൊന്നു മക്കളെ, നാളെ നിങ്ങൾക്ക് വീർ സവർക്കാർ അവാർഡ് തന്നിട്ടില്ലെങ്കിൽ നരേന്ദ്രമോദിനെ ഞാൻ എന്ത് പറയണം? അത്ര അധികം കാലിൽ വീണ് നക്കി വെളുപ്പിച്ച് തന്നിട്ടുണ്ട്.
മലയാളികളായിട്ട് കളിക്കാൻ നിൽക്കില്ല മക്കളെ. നല്ല പണി കിട്ടുന്ന ഏകദേശം മനസ്സിലായില്ലേ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവും, അത് വേറെ കാര്യം. എല്ലായിടത്തും ഉണ്ടാവും കുറച്ച് ചാണകങ്ങളൊന്നും, ഇവിടെ കുറച്ചുണ്ട്, അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. എന്തായാലും ബീർ ബൈസെപ്സ് മോനെ, നിന്നെ വീട്ടുകാർ വളർത്തിയെടുത്ത ആ രീതി എന്തായാലും കൊള്ളാം. ഇനി എങ്ങാനും നീ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണത് കേട്ടാ ചാണകം വാരി എന്നെ മോന്തേതാക്കി ഞങ്ങൾ. അത്ര ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ത് സംഭവിക്കുമെന്നൊന്ന് അറിയട്ടെ എന്ന്. കോടേക്കും എൻ്റെ പൊന്നു മലയാളികളെ, എൻ്റെ പൊന്നു മല്ലു ബ്രോസ്, നിങ്ങൾ 8ന്റെ പണി അങ്ങ് കൊടുത്തല്ലോ. ഇത്ര കേസുകളാ പോയതെന്ന് അറിയും ഇവിടെ നിന്നുകൊണ്ട്. ഓക്കെ, മറ്റുള്ള രാജ്യങ്ങളിലുള്ള കൾച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന, റോട്ടിൽ കിടന്ന് പട്ടികൾ പണ്ണുന്നത് പോലെ ഇവിടെ നമ്മളും ആവണം എന്ന് ആഗ്രഹിക്കുന്ന നിന്നെ പോലെയുള്ള മനോഭാവമുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. അമ്മയും അച്ഛനും എന്ത് വാടേ ഇത്, നീ ഭയങ്കര സംഭവമായിട്ട്. എന്തായാലും ഒരുപാട് ആളുകൾ ഇന്റർവ്യൂ ഒക്കെ എടുത്ത അടിപൊളി വ്യക്തി എന്ന് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണല്ലേ. നീ ഒറ്റയടിക്ക് അങ്ങ് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. കിടന്ന് മോങ്ങിയിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടിയിലെ ആങ്കേഴ്സ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരിഞ്ഞ് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യുന്നുള്ള പറയുന്നത്. ഇതൊക്കെ മുന്നേ ഇടപെടണ്ടേ? ഇവൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ അതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഒരു മല്ലു പെൺകുട്ടിയെ ഒന്ന് ചൊറിഞ്ഞു, അപ്പൊ ജനങ്ങളെല്ലാം മറിഞ്ഞു, അവർ കിട്ടുന്ന പണിക്കൊടുത്തു. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നല്ല തനക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ജനിക്കാൻ നിനക്ക് കഴിയട്ടെ. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും. അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.